ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു മസാല മക്രൂണി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യം പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് മക്രൂണി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കത് ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രം, ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വലിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. ഏറ്റവും സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സാധനം കൂടിയാണിത്. കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി. വേറെ നമ്മളൊരു പൊടികൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ചെറുതാക്കി നുറുക്കിയതാണ്. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ബീൻസും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്രോണിക്കുള്ള ഉപ്പും കൂടി നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എരിവ് നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഈ കുട്ടികളെ കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിലും കുറച്ച് കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇനി ഇത്ര ഇട്ടുകൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. മസാല മക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവെല്ലാം കറക്റ്റാണ് കേട്ടോ അതിൽ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.